നമസ്കാരം, എന്തിന്റെ വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മൈസൂർ മസാല ദോശയാണ്. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് മസാല ദോശ. അപ്പൊ ഞാനൊന്ന് എക്സ്ട്രാ ആഡ് ചെയ്തു, അങ്ങനെ മൈസൂർ മസാല ദോശയാക്കി. അപ്പോൾ ഏകദേശം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ വരുന്ന ദോശയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കോൺ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. നോട്ടിഫിക്കേഷൻസ് വന്നാലല്ലേ ഞാൻ പുതിയത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് എങ്ങനെയാണ് മൈസൂർ മസാല ദോശ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ എങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് മൈസൂർ മസാല ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം എന്താ വേണ്ടത്? ദോശമാവിനുള്ള കാര്യങ്ങളൊക്കെ അരച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. അപ്പോൾ ഇഡ്ഡലി റൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റിലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് 2 ഗ്ലാസ്, അതായത് ഈ ഒരു ഗ്ലാസ്സിൽ 240 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഇഡ്ഡലി റൈസ് ഞാൻ ഇതിലേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഞാനൊരു 4 മണിക്കൂറാണ് ഇഡ്ഡലി റൈസ് സോക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അഥവാ അരയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളൂ. കാരണം ഓവറായിട്ട് ഇത് ഇഡ്ഡലി റൈസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു വളിച്ച സ്മെല്ല് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് അങ്ങനത്തെ ഇഡ്ഡലി റൈസ് വെച്ച് കണ്ട് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം 4 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മാത്രം മതിയാവും. അതിനുശേഷം അപ്പം അരയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണോ എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. അപ്പോൾ അത് കേടാവില്ല. ഓക്കെ, ഇഡ്ഡലി റൈസൊക്കെ കഴുകുമ്പോൾ അതിലത്തെ വെള്ള കളർ പോണ വരെ, കംപ്ലീറ്റ് വെള്ളം ക്ലിയർ ആവുന്ന വരെ കഴുകണം. അതിനുശേഷം 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും കഴുകിയതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. ഞാൻ ഈ ഇഡ്ഡലി റൈസിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ മട്ടരി ഇല്ലേ, നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി, 2 ടേബിൾ സ്പൂൺ മട്ടരി ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇത് മാറ്റി വയ്ക്കും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉഴുന്നുപരിപ്പ് മൊത്തത്തിലുള്ള ഉഴുന്നുപരിപ്പാണ്. അതായത് ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കുന്ന മൊത്തത്തിലുള്ള ഉഴുന്നുപരിപ്പ്, സ്പ്ലിറ്റ് അല്ല, ഉഴുന്നുപരിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, അതാണ് പ്രൊപ്പോർഷൻ. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ കഴുകി വെള്ളം കംപ്ലീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം വീണ്ടും നന്നായി കഴുകി സ്ട്രെയിൻ ചെയ്തെടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അവല് ഞാൻ 1/4 കപ്പ്, ഈ സെയിം കപ്പിൽ തന്നെ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 കപ്പ് അവല്. ഇത് നമ്മൾ അരയ്ക്കുന്നേക്കാളും 10 മിനിറ്റ് മുമ്പായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മാത്രം മതിയോ. അല്ലാണ്ട് തലേദിവസം അല്ലെങ്കിൽ 4 മണിക്കൂർ മുമ്പ് ഈ അവല് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുതിർന്നു പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ വെള്ള അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളവല അല്ലെങ്കിൽ ബ്രൗൺ അവലായാലും കുഴപ്പമൊന്നുമില്ല ദോശയ്ക്ക്. ഇത് ഇതേപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതൊരു മിക്സിയുടെ ജാർ എടുക്കുക. 2 ഭാഗമായിട്ട് നമുക്കിത് ഉഴുന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഉഴുന്ന് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് സ്ട്രെയിൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഉഴുന്നാണ്. കാരണം എനിക്ക് ആ സമയത്ത് അരയ്ക്കാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നല്ല തണുത്തിരിക്കുന്ന ഉഴുന്നാണ്. നമ്മൾ ഉഴുന്നിന് തണുപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത് അപ്പം തന്നെയാണ് അരയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. കാരണം ഉഴുന്ന് ചൂടാവാൻ പാടില്ല, മിക്സി ചൂടാവാൻ പാടില്ല. അപ്പം അത് ഞാൻ ഇഡ്ഡലിയുടെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഐസ് വാട്ടർ ഒഴിച്ചിട്ട് വേണം നമുക്കിത് നന്നായിട്ടങ്ങ് ഫൈനായിട്ടങ്ങ് അരച്ചെടുക്കാൻ. 2 ബാച്ചായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കരുത് അരയ്ക്കാൻ, അല്ലെങ്കിൽ ആ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ദോശ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് എപ്പോഴും നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. ഒരു വലിയ പാത്രത്തിലോട്ട് ഒഴിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഉഴുന്ന് ഇതുപോലെ തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2ാമത്തെ ബാച്ച് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതായത് ഉലുവയും ഉഴുന്നും നന്നായിട്ട് മുഴുവനും ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് 1/2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അരി അരയ്ക്കണം. 2 ടൈപ്പ് അരിയും അവലും കൂടെ അരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇതേപോലെ തന്നെ ബാച്ച് ആയിട്ട് അരച്ചാൽ മതി, ഒരുമിച്ച് അരയ്ക്കണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മിക്സി ഏതാണോ അതിനനുസരിച്ച് വേണം 2ഓ 3ഓ ബാച്ചായിട്ട് ഇത് അരച്ചെടുക്കുക. അപ്പോൾ അതിൽ കൂടെ കുറച്ച് അവലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി വെച്ചിട്ട് ഇഡ്ഡലിയും ചെയ്യാമല്ലോ. അപ്പോൾ ഇഡ്ഡലി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. ഇഡലിയുടെ കൺസിസ്റ്റൻസി വെച്ചിന് തിക്കായിരിക്കുമല്ലോ ദോശമാവിനേക്കാൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഇഡലി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളം കുറച്ച് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ ദിവസം വെള്ളം കുറച്ചും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ദോശയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം നിങ്ങൾക്ക് ഇഡലിയാണോ ദോശയാണോ വേണ്ടത്, അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് മറ്റേ ഒഴിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ച് നോക്കാം. ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആദ്യത്തെ ബാച്ചിലേക്ക്. നമുക്ക് അരച്ച് ഞാൻ മൊത്തത്തിൽ അവസാനം ഞാൻ എത്ര വെള്ളം ഉപയോഗിച്ചു എന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ഉലുവയും ഉഴുന്നും വളരെ നൈസായിട്ട് അരയ്ക്കണം. അതേസമയം ഈ അരി ഉണ്ടല്ലോ, അരിയും അവലും കൂടെ അരയ്ക്കുമ്പോൾ ഒരു തരി വേണം, ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടുക. അപ്പോൾ ഫൈനായിട്ട് അരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കുറച്ച് തരി നമുക്കിതിൽ വേണം. അപ്പോൾ ഇത് അരച്ചിട്ട് വരട്ടെ. ഇത് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ ഇതിലിങ്ങനെ തരി ഫീൽ ചെയ്യണം കേട്ടോ. അത് മറക്കരുത്, ഫൈനായിട്ട് ഒരിക്കലും അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ബാക്കിയുള്ള അരിയും നമുക്ക് അരച്ചെടുക്കാം. അവസാനം ഞാൻ എത്ര വെള്ളം ചേർത്തു എന്ന് പറയാം. ഇതാ അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ അരിയും ഇതിൽ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ മാവ് ഇഡലിക്ക് ചെയ്യുന്നില്ല, ദോശ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിൽ ആകെ 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചോദിച്ചിരുന്നു ഏത് ഉപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ ഈ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലുലുലുണ്ട്, വലിയ കടകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്താൽ മതിയാവും. ഒരുപാട് ഉപ്പ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നെ ഫെർമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. ഉപ്പിടുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിച്ചൂടെ, നിങ്ങൾക്ക് തവി ഉപയോഗിച്ചൂടെ എന്നൊക്കെ. കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്താലാണ് നിങ്ങൾക്ക് ഓത്തൻറ്റിക് ആയിട്ടുള്ള ദോശയുടെയും ഇഡലിയുടെയും ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തിനാ ഇങ്ങനെ അരയ്ക്കുന്നത്? നമ്മൾ കൈ ഉപയോഗിച്ചിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ കൈ ഉപയോഗിച്ചിട്ടല്ലേ ചപ്പാത്തി പരത്തുന്നത്, കൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ അത്രയും വൃത്തിയായിട്ടുള്ള കൈയാണ്. കൈ നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള കൈ ഉപയോഗിച്ച് ദോശയുടെ മാവ് കലക്കുന്നതിനോട് എനിക്ക് ഒരു എതിർപ്പും തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ഫ്രണ്ട്ലി ബാക്ടീരിയ ഈ മാവിലോട്ട് വരുമ്പോഴാണ് നന്നായി ഫെർമെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോഴാണ് നല്ല രീതിയിൽ ഇത് ഫെർമെൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ പണ്ടത്തെ അമ്മ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല, അവർ ആട്ടുകല്ലിൽ കൈകൊണ്ട് ഓരോന്ന് അതിലേക്കിട്ട് അതിന് ശേഷം കൈകൊണ്ട് തന്നെയാണ് വാരി നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നത്. അന്നത്തെ ടേസ്റ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ എന്തായാലും കൈ ഉപയോഗിച്ചാണ് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാൻ പോകുന്നത്. ഇതൊരു മിനിമം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായി ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇതങ്ങ് ഫെർമെൻറ്റ് ചെയ്ത് വന്നോളും. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കട്ടെ. ഇനി പിന്നെ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മാറ്റം വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഒരു ദോശ ഉണ്ടാക്കി നോക്കാം ആദ്യം. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് മിനിമം 15 മണിക്കൂർ. കാരണം ദോശയ്ക്ക് നന്നായി ഒരു പുളിമണം വരണം, എന്നാൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 15 മുതൽ 18 മണിക്കൂറൊക്കെ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത് നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ അത് അനുസരിച്ച് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ദോശയുടെ മണം അറിയാലോ, ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് ദോശയുടെ മണം. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായി ഡബിൾ ദ സൈസ് ആവുകയും വേണം. അതേപോലെ തന്നെ ചെറിയൊരു പുളിച്ച മണം വേണം. അപ്പോൾ അതേസമയം നിങ്ങൾ ഇഡലി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇഡലി ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ ഫ്രിഡ്ജിലെടുത്ത് ബാക്കി മാവ് വയ്ക്കുക, പിറ്റേ ദിവസത്തേക്ക് ദോശമാവ് ഉണ്ടാക്കുക. അപ്പോൾ നന്നായിരിക്കും. അതല്ല നിങ്ങൾ ആദ്യമായിട്ട് ദോശ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ 18 മണിക്കൂറെങ്കിലും മിനിമം ഫെർമെൻറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം ദോശ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമ്മൾ അടച്ച് നല്ല വാമായിട്ടുള്ള പ്ലേസിൽ വെക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ദുബായിലായതുകൊണ്ട് ഇവിടെ ക്ലൈമറ്റൊക്കെ ചൂടായിട്ടുണ്ട്. വേറെ രീതിയിൽ ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഓവനിൽ വെക്കേണ്ട ആവശ്യമില്ല. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിളി പുതപ്പിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പലരും എന്നോട് ചോദിച്ചിരുന്ന എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പമാവ് പൊന്തുന്നില്ല, അതുപോലെ തന്നെ ദോശമാവ് പൊന്തുന്നില്ല. അപ്പോൾ നമ്മുടെ CWൻ്റെ കടുത്ത ആരാധികയുമായ വർഷ വിനോദ് എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. അവൾ പറഞ്ഞെന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ചതിന് ശേഷം താഴെ ഒരു വലിയ പാത്രത്തിൽ ചൂടുവെള്ളം കുറച്ചെടുക്കുക. എന്നിട്ട് ഈ പാത്രം ആ ചൂടുവെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. ഒരുപാട് ചൂടല്ല, ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് വെന്ത് പോകും. നമ്മൾ ആ വെള്ളത്തിൽ തൊടുമ്പോൾ തൊടാൻ പറ്റുന്ന രീതിയിൽ ലൂക്ക് വാമിനേക്കാളും കുറച്ചും കൂടെ ചൂട്, അതായത് മീഡിയം ചൂടിൽ ഉള്ള വെള്ളത്തിൽ ഈ പാത്രങ്ങൾ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നേക്കാളും മുന്നാണ് നിങ്ങൾ ഇത് അരച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ആ വെള്ളം മാറ്റി കൊടുക്കുക. അതുകൊണ്ട് ഉറങ്ങുന്നേക്കാളും മുമ്പ് വീണ്ടും ആ ചൂടുവെള്ളത്തിൽ ഇത് ഇറക്കി വെക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ അത് നല്ലതായിട്ട് അങ്ങ് പുളിച്ച് നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നോളും. ഓക്കെ, ആ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇപ്പോൾ ഇത് അടച്ച് ഞാൻ വാമായിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് ഫെർമെൻ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 16 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള മണവും ഈ ദോശമാവിന് ചെറിയൊരു പുളിച്ച മണം വരണം, ആ മണവും ഒക്കെ കിട്ടിയത്. അപ്പോൾ അതിന് ശേഷം പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പുളിച്ച് പോകും.
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ ഇരിക്കും. നമുക്കൊരു ദോശ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും കൺസിസ്റ്റൻസി ശരിയാണോ. അതിന് ശേഷം കട്ടിയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ കറക്റ്റ് ആണോ എന്ന്. അല്പം കൂടെ ഉപ്പാവാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ശർക്കര ചീകിയിട്ട് അല്പം വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. അതല്ലെങ്കിൽ പഞ്ചസാര. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പിനെസ് വരും. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നല്ലൊരു കളറും വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വിരോധികളാണ് നിങ്ങളെങ്കിൽ ശർക്കര ഞാൻ പറഞ്ഞ പോലെ അല്പം വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ദോശയുടെ ടേസ്റ്റും എൻഹാൻസ് ചെയ്യും, അതുപോലെ തന്നെ ആ ടെക്സ്ചറും നന്നായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള പൊട്ടറ്റോ മസാല തയ്യാറാക്കണം. അപ്പോൾ ഈ ദോശമാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക, ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ എപ്പോഴും മീഡിയം തീയിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് മുറിച്ചതിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് റോസ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കാരണം ഇതിൻ്റെ ഒരു പച്ചമണം പോകണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞിട്ടുള്ള 2 സവാള. പിന്നെ അതിലോട്ട് എരിവുള്ള 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വഴറ്റി കൊടുക്കുക. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ, പൊട്ടറ്റോ മസാല സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ ഉഴുന്ന് പരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും നമ്മളെ ഈ പൊട്ടറ്റോ മസാലയ്ക്ക്, നല്ല മണമാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റി ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കൊന്നും വേണ്ട, ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ പൊട്ടറ്റോ ഞാൻ 3 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. 3 പൊട്ടറ്റോ അല്പം ഉപ്പ് ചേർത്തിങ്ങായിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. മസാല ദോശയ്ക്കൊക്കെ വരുമ്പോൾ പൊട്ടറ്റോ മസാല കുറച്ച് വേണം, അല്ലെങ്കിൽ ഉള്ളിൽ ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല, തികയില്ല. അപ്പോൾ അഥവാ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമല്ലോ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല ദോശയുടെ പൊട്ടറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർക്കാറില്ല, ഞാൻ എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ പച്ചക്കറികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യാം, ക്യാരറ്റ് ആഡ് ചെയ്യാം. പിന്നെ ചിലവർ പൊട്ടറ്റോൻ്റെ കൂടെ ബീറ്റ്റൂട്ട് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇന്നത്തെ ഇതിൽ പൊട്ടറ്റോ മാത്രമേ ചേർക്കുന്നുള്ളൂ, പച്ചക്കറികൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ചെറുതായിട്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കും. എനിക്കൊരു ആ കളറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, മുളക് പൊടി ഒരു നിർബന്ധമില്ല. പക്ഷെ എനിക്ക് ആ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ പച്ചമണം മാറണം മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെയും. ചെറിയ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ഇതങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 നുള്ള് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി 1 നുള്ള് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ മസാലയ്ക്ക്. ഇനി ഇതിലോട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണേ, ഒരുപാട് വേണ്ട. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു ഫ്ലേവർ ആവും. വീണ്ടും ഈ പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കറക്റ്റ് ആവും. പിന്നെ നമ്മൾ പൊട്ടറ്റോയിലും ഉപ്പുണ്ടല്ലോ, എന്നിട്ട് പിന്നെ അവസാനം ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ആ പൊട്ടറ്റോ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കിടന്ന് കുറച്ചൊന്ന് തിളച്ച് ഈ വെള്ളം വറ്റണം. അപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി വരിക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ മസാല ഇതിലേക്ക് പിടിക്കില്ല. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് വേണം നമ്മൾ പൊട്ടറ്റോ ഇടാൻ. ഇപ്പോൾ പൊട്ടറ്റോ എല്ലാ കഷ്ണങ്ങളും ഒരുപാട് അങ്ങ് പൊടിയാക്കേണ്ട, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കാൻ വേണം. നമ്മൾ കണ്ടില്ലേ മസാല ദോശ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കടിക്കാൻ പാകത്തിൽ കടുപ്പുണ്ടാവും. അപ്പോൾ ഒരുപാട് എല്ലാം കൂടി അങ്ങ് മാഷ് ചെയ്യണ്ട. ഇങ്ങനെ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം. ഇത് കറക്റ്റ് ആയിട്ടുണ്ടെല്ലാം. ഇനിയിപ്പോൾ അത് ഒന്ന് വറ്റിച്ച് എടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് കൂടുതലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോളും.
അപ്പോൾ നമുക്ക് ഇത് മതി. അത്യാവശ്യം കൺസിസ്റ്റൻസി തിക്കായിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ചൂടാറുമ്പോൾ അതിൻ്റെ തിക്നെസ് കറക്റ്റ് ആയിക്കോളും. ഞാൻ അതിലോട്ട് ഒരല്പം ഒരു ചെറുനാരങ്ങയുടെ കാൽഭാഗം മാത്രം ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് നിർബന്ധമുള്ള കാര്യമില്ല. ചെറുനാരങ്ങയുടെ നീര് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുക. മല്ലിയില തൂകിയതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കായത്തിൻ്റെ മണം കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ തരിയും കൂടെ കായത്തിൻ്റെ പൊടിയിട്ട് മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കായത്തിൻ്റെ ഒരു മണം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ മസാലയുടെ ഇതിൽ. അത് വിചാരിച്ച് കായ ഒരുപാട് അങ്ങ് ഇടാനല്ല ഞാൻ ഉദ്ദേശിച്ച്. അല്പം പൊടി അവസാനമായിട്ട് തൂക്കി കൊടുക്കുമ്പോഴും ഒരു നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ പൊടി കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി ഇത് ചൂടാറാൻ വേണ്ടി കണ്ടിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ മൈസൂർ മസാല ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ അല്പം ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 4 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മുളക് ചെറിയ ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ 7 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇത് നല്ല മുളകിൻ്റെ സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 നല്ല മുളക് എടുത്താൽ മതിയാവും. പക്ഷേ ഞാൻ ഇത് ചെറിയ മുളകായതുകൊണ്ട് ഞാൻ 7 എടുത്തിട്ടുണ്ട്. മീഡിയം തീയിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി ഒന്ന് റോസ്റ്റ് ആവുന്ന സമയത്ത് എടുക്കുക. അപ്പോൾ എരിവൊക്കെ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് മാറ്റം വരും. പക്ഷേ ഈ റെഡ് ചട്നി, ഇതിലുള്ള റെഡ് ചട്നിക്ക് അത്യാവശ്യം എരിവ് വേണം, പക്ഷേ കളറും വേണം. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കളറ് മറ്റേ മുളക് ഇട്ട് കഴിഞ്ഞാൽ അത്ര കളർ വരില്ല, പക്ഷെ നല്ല കളർ വേണം മൈസൂർ മസാല ദോശയുടെ ചട്നിക്ക്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സെയിം പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചനാദാൽ ഇട്ട് കൊടുക്കാം. ഇന്നലെ ഞാൻ ഇട്ടുണ്ടായിരുന്ന പൊട്ടുകടല ചട്നി ആയിരുന്നു. പൊട്ടുകടല വേറെയാണ്, കടലപ്പരിപ്പ് വേറെയാണ് കേട്ടോ. നന്നായി മൂക്കണം. പച്ചമണം മാറി നല്ല മൂത്ത മണം വരുന്ന സമയം വരെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഇടണ്ട. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഭയങ്കരമായിട്ട് തിക്കായിട്ട് മാറും. ഇത് ഏകദേശം ആയിട്ടുണ്ട്, മൂത്ത മണം വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തിടാം. അപ്പോൾ വേഗം തന്നെ വഴണ്ട് കിട്ടും. പിന്നെ ഞാനിതിൽ പുളി ചേർക്കുന്നില്ല. ചിലവർ മൈസൂർ മസാല ദോശയുടെ ചട്നിക്ക് പുളി ചേർക്കും, പക്ഷേ സാധാരണ രീതിയിൽ പുളി ചേർക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഇതിലേക്ക് അരയ്ക്കുന്ന സമയത്ത് അല്പം പുളി ചേർത്ത് അരയ്ക്കാം, പുളി ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ. ഇത് നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം കേട്ടോ. ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മതി. ഇതും ചൂടാറാൻ വെക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ചൂടാറിയിട്ടുണ്ട്. അത് ഇങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കാം. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ നല്ല റെഡ് കളർ വേണം, അപ്പോഴാണ് മൈസൂർ മസാല ദോശയുടെ ചട്നി ആവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചിലവർക്ക് കടലപ്പരിപ്പ് ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. കടലപ്പരിപ്പ് ഇഷ്ടമില്ലാത്തവർ ഈ ചട്നി ഉണ്ടാക്കണം നിർബന്ധമില്ല. അതിന് പരമായിട്ട് എൻ്റെ കാരച്ചട്നി ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ കുക്കറിലുള്ള കാരച്ചട്നി, നല്ല എരിവുള്ള കാരച്ചട്നി ആയാലും നമുക്ക് ദോശയിൽ പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ കാരച്ചട്നി ഏതെങ്കിലും ഒരു ചട്നി, നല്ല എരിവുള്ള ചട്നി വേണം നമ്മൾ മൈസൂർ മസാല ദോശയ്ക്ക് തേച്ച് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിലോട്ട്, ചെറിയ പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള മാവ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം എക്സ്ട്രാ ഒന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കൊരു ദോശത്തവ ചൂടാക്കാൻ വെക്കുക. എപ്പോഴും മീഡിയം ചൂടാവാനേ പാടുള്ളൂ. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ദോശ ഒഴിക്കുന്ന സമയത്ത് തന്നെ ദോശമാവ് അവിടെ ഒട്ടി പിടിക്കും, പിന്നെ നമുക്ക് ഫർദറായിട്ട് പരത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ദോശയുടെ തവയ്ക്ക് തീരെ ചൂടില്ലെങ്കിലും ദോശ നന്നായി വരില്ല. അപ്പോൾ നമുക്ക് ദോശയുടെ തവ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് നോക്കുക. ഇതുപോലെ സൗണ്ട് വരും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം ഒരു തവി ദോശമാവ് ഒഴിച്ച് നോക്കാം. മിക്കവാറും എനിക്കൊക്കെ ആദ്യത്തെ ദോശ കൊളായി പോകാറുണ്ട്. കറക്റ്റ് ചൂടൊക്കെ ഒന്ന് ശരിയായിട്ട് വരണമെങ്കിൽ ഒരു ദോശയൊക്കെ ചുട്ടു വരുമ്പോഴേ കറക്റ്റായിട്ട് പരുവ് അറിയുള്ളൂ. ആദ്യത്തെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ തവയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മാക്സിമം നമുക്ക് നൈസായിട്ട് പരത്താൻ പറ്റുന്ന രീതിയിൽ അങ്ങ് പരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് പരത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ദോശയുടെ തവ നല്ല ചൂടാണെന്നാണ്. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് ഈ വൈറ്റ് കളറിലുള്ള പച്ചമാവൊക്കെ ഒന്ന് എല്ലാം വെന്ത് ഒരേ കളറിലാവുമ്പോൾ മാത്രം എണ്ണയോ നെയ്യോ തടവി കൊടുത്താൽ മതി. ആദ്യമേ തന്നെ എണ്ണ ഒഴിക്കാൻ പാടില്ല. പിന്നെ ഇതൊരു കട്ടിയുള്ളൊരു ദോശപ്പാനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ നല്ല കട്ടിയുള്ള ടൈപ്പ്
പാനാണ്. അപ്പോൾ നമുക്കിതിലോട്ട് ഇനി അല്പം നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണ. ഞാൻ നല്ലെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ജാനൊക്കെ നെയ്യാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നെയ്യ് കുറച്ചൊന്ന് തടവി കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം. എന്നാലാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുമ്പോഴാണ് എല്ലായിടത്തും ഈവനായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ടുള്ള ദോശ കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. അപ്പോൾ ദോശയിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഇതേപോലെ തടവി കൊടുക്കുക. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് വെച്ച് തന്ന് തടവി കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ബ്രഷ് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണത്. അതിനുശേഷം നന്നായിട്ട് ഗോൾഡൻ കളർ എല്ലാ ഭാഗത്തും വരണം. ആ സമയത്ത് മാത്രമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെഡ് ചട്നി അതുപോലെ തന്നെ പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാസ്റ്റ് അയൺ തവ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാസ്റ്റ് അയണിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ കിട്ടുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. ആ ടെക്സ്ചർ തന്നെ നല്ല ചേഞ്ചാണ്. അതേസമയം നോൺ സ്റ്റിക്കിൻ്റെ വളരെ നൈസ് ആയിട്ടുള്ള തവയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രിസ്പി ആയി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം നല്ല കട്ടിയുള്ള ദോശത്തവ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ അടപ്പിന് ഒരുപാട് പരിമിതികളുണ്ട്. എനിക്ക് വലിയ തവ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ തവ വെച്ചിട്ട് കാണിക്കുന്നത്. പക്ഷെ എനിക്കും വലിയ തവയിൽ ഉണ്ടാക്കുന്ന ദോശ കാണാൻ നല്ല രസമാണ്. ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, അങ്ങനെ ലിമിറ്റേഷൻസ് ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ആദ്യമൊക്കെ ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ഗോൾഡൻ കളർ കിട്ടാറില്ല. പെട്ടെന്ന് തന്നെ വിട്ടുപോരുമായിരുന്നു. പിന്നെയാണ് ഞാനത് കണ്ടുപിടിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതുപോലത്തെ ഇച്ചിരി മിനുസമുള്ള ടൈപ്പ് തവയാണ് എൻ്റെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒഴിക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദോശ ഒഴിക്കുമ്പോൾ ആ നെയ്യിൻ്റെ അംശങ്ങൾ പാത്രത്തിലുണ്ടാവും. അപ്പോൾ നെയ്യുള്ള സമയത്ത് വീണ്ടും ദോശമാവ് ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് വിട്ടുപോരും. ഈവൻ ആയിട്ടുള്ള കളർ കിട്ടില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ തവ നന്നായി തുടച്ച് അതിലുള്ള എണ്ണമയം കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈവൻ ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി നമുക്ക് തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവിൽ മാത്രം തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ദോശ മുഴുവനും നമുക്ക് ഇതേപോലത്തെ റെഡ് ചട്നി തേച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അധികം ഒന്നും തേക്കേണ്ട. കുട്ടികൾക്ക് മസാല ദോശ ആയിട്ട് കൊടുത്താലും മതി. പക്ഷേ എൻ്റെ മക്കളൊക്കെ കഴിച്ചോളും. കുറച്ച് വലിയ കുട്ടികളായല്ലോ, ഇത്ര മതി. ഇതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് പൊട്ടറ്റോ ഫില്ലിങ് വെക്കാം. ഒരുപാട് പൊട്ടറ്റോ ഒന്നും വേണ്ട, കുറച്ച് വെച്ചാൽ മതി. കാരണം നമ്മൾ ചെറിയ ദോശയില്ലേ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിത് മടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. അതിനുശേഷം ഫൈനലി നമ്മൾ ഈ സൈഡിലത്തെ ഭാഗം അങ്ങ് പ്രസ് ചെയ്തങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു അടിപൊളി ട്രയാങ്കിൾ മൈസൂർ മസാല ദോശ റെഡി. കണ്ടോ? അത് നമുക്ക് മാറ്റാം. ഇനി വേറെ ഷേപ്പിൽ ഒരു ദോശയും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇനി ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇതിൽ നെയ്യിൻ്റെ മയം ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഇതിലത്തെ എണ്ണമയം കളയണം. അതിനുശേഷം മാത്രം അടുത്ത ദോശയുടെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന കാസ്റ്റ് അയൺ ആണെങ്കിൽ കുഴപ്പം വരില്ല. കാരണം അതിൽ ഓരോ പ്രാവശ്യവും നമ്മൾ ഇത്തിരി എണ്ണ തടവിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ പിടിക്കും. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന പോലെ തവയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഓരോ പ്രാവശ്യവും നന്നായിട്ട് ഇതിലുള്ള എണ്ണമയം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ദോശ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ദോശ ക്രിസ്പി ആയിട്ട് ഇതേ ഒരേ ഈവൻ ആയിട്ടുള്ള കളറിൽ വരില്ല. ഓക്കെ, അപ്പോൾ അടുത്ത മാവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈവനായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂട് കറക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്കിങ്ങനെ സുഖമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വശം വരും. ആദ്യത്തെ ദോശ മിക്കവാറും കോളാവും എനിക്ക്. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറട്ടെ, ഒരേ കളറിലോട്ട് വരട്ടെ. മീഡിയം ഫ്ലെയിമിലോട്ട് ഇടുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് വരുമ്പോൾ ഇങ്ങനെ കുത്തുകൾ വരാൻ തുടങ്ങും നമ്മൾ ദോശയിൽ. അപ്പോൾ അതിന് ശേഷം മാത്രം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഞാൻ അടുത്തത് നല്ലെണ്ണയിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തെ നെയ്യിലല്ലേ ചെയ്തത്, തിരിച്ചിടുന്നില്ലല്ലോ ദോശ. അതുകൊണ്ട് എല്ലാ ഭാഗവും വേവണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മാത്രമാണ് ദോശ വേവുള്ളൂ കറക്റ്റായിട്ട്. വളരെ എളുപ്പമാണ്. ഞാനിത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു മസാല ദോശയുടെ റെസിപ്പിക്ക് വേണ്ടി കുറേ കാലങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ റെസിപ്പികൾ ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കുമ്പോൾ, യൂട്യൂബിലും ബ്ലോഗ്സിലൊക്കെ നോക്കുമ്പോൾ എന്താ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോ കണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കി വരുന്ന പ്രോഡക്റ്റ് അവരുണ്ടാക്കുന്നതും ഫോട്ടോവും തമ്മിൽ ഒരുപാട് അങ്ങ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ
ഇഡലിയുടെ റെസിപ്പി തന്നെ എടുത്ത് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് തേച്ച് കൊടുക്കാം. ഗ്യാസ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല പെർഫെക്ഷൻ കിട്ടും. ഫ്ലെയിമൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ചട്ടി ഉണ്ടെങ്കിലും വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും തീ ചൂടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈവനായിട്ട് കളർ വരുന്നില്ല. അതാണ് എൻ്റെ വലിയൊരു ഇഷ്യൂ. അപ്പോൾ ഇത് സമയം എടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ദോശ കിട്ടുള്ളൂ. അപ്പം എനിക്ക് മസാല ദോശയുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മസാല ദോശയുടെ കൂട്ടത്തിൽ കൂടെ മൈസൂർ മസാല ദോശ ആക്കിയാലോ. അപ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് അല്ലേ കാര്യം. മസാല ദോശ എല്ലാവരും കഴിക്കാറുള്ളതാണ്. മൈസൂർ മസാല ദോശ എൻ്റെ ഭർത്താവ് തമിഴ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്നൊരു സംഭവമാണ് മൈസൂർ മസാല ദോശ. ഇതേ ഇപ്പോൾ ഈവനായിട്ട് നല്ല കളറായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഈ ചട്നി സ്പ്രെഡ് ചെയ്യാം. കർണാടക സ്പെഷ്യലാണ് മൈസൂർ മസാല ദോശ. പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി സാധാരണ രീതിയിൽ മസാല ദോശ മടക്കുന്ന പോലെ ഒന്ന് മടക്കാം. ഇങ്ങനെ മടക്കിയെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല ദോശ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാക്കിയുള്ള ദോശ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക കേട്ടോ. സാമ്പാറൊക്കെ വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും എന്താ പറയുക പ്ലെയിൻ ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരുമുര ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. സെയിം മാവ് തന്നെയാണ്, പക്ഷേ കോൺ ഷേപ്പിലൊക്കെ അങ്ങനെ മുറിക്കാന്നൊക്കെയുള്ളൊരു വീഡിയോ പിന്നെ നമുക്കിടാം പതുക്കെ. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി വീഡിയോ ലോങ് ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് നോക്കട്ടെ കേട്ടോ ടേസ്റ്റ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ദോശേനെ പോലെ തന്നെയുണ്ട്. ഒരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാക്കിയതിന് ശേഷം ഫേസ്ബുക്കിൽ അയച്ച എല്ലാവരും ഫേസ്ബുക്കിലേക്ക് ഫോട്ടോ അയച്ചു തരാം. എല്ലാ ഫ്രണ്ട്സിനോടും പറയുക. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്